പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലേറ്റ് ടീ ടൈം പെർഫെക്റ്റ് സ്നാക്കാണ്. ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് സോഫ്റ്റ് ആയി പോവാറുണ്ട് പലർക്കും. അപ്പൊ ഇന്നത്തെ ഈ ഒരു റെസിപ്പിയിൽ ചിക്കൻ കട്ട്ലേറ്റ് കൂടുതൽ ക്രിസ്പി ആയിട്ട് നിൽക്കാനുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഉള്ളിയൊന്നും വഴറ്റാതെ ബോയിൽഡ് പൊട്ടറ്റോയും അതുപോലെ ബോയിൽഡ് ചിക്കനും വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. മിക്സിയിൽ ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ബോയിൽ ചെയ്തെടുത്താലും മതി. അപ്പൊ അത് ക്രഷ് ചെയ്ത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തേ ഉള്ളൂ. അപ്പൊ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ചിക്കൻ പെട്ടെന്ന് അടിഞ്ഞു പോകും. അപ്പൊ പൊട്ടറ്റോ അതുപോലെ ഏകദേശം വെന്ത് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഈ പൊട്ടറ്റോയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്തേക്കൊരു 2 തണ്ട് കറിവേപ്പില ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിച്ചപ്പും അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ ചിക്കൻ മസാല വേണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഏകദേശം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം നമ്മുടെ കൂട്ടിനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊന്നും വഴറ്റുന്നൊന്നുമില്ല. ഇങ്ങനെ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വെറുതെ ഉള്ളിയൊക്കെ വഴറ്റി ടൈം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ മതി കട്ട്ലേറ്റ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, കുഴച്ചെടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും അത് ചിക്കൻ്റെ ഫില്ലിങ്സും അതുപോലെ എല്ലാം ഒന്ന് സെറ്റായി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തൊന്ന് വെക്കുക. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയായി സെറ്റായിട്ടുണ്ട്. പിന്നെ കൂട്ടുകാർ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കതൊന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അതല്ല നിങ്ങളുടെ കയ്യിൽ കട്ട്ലേറ്റിൻ്റെ അച്ചുണ്ടെങ്കിൽ കട്ട്ലേറ്റിൻ്റെ അച്ച് വെച്ചിട്ടും ചെയ്യാം കേട്ടോ, പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ ഏകദേശം ഞാനിവിടെ കൈ കൊണ്ട് തന്നെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് എല്ലാ ബോൾസും അതുപോലെ ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചാൽ ക്രിസ്പി ആയിട്ട് നിൽക്കില്ല. ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് ശ്രദ്ധയപ്പെട്ടു. അപ്പോൾ കട്ട്ലേറ്റ് കുറച്ചുകൂടി നേരം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി ഞാനിവിടെ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ മുട്ടക്ക് പകരം കോൺഫ്ലവറാണ് യൂസ് ചെയ്തത്. കോൺഫ്ലവർ യൂസ് ചെയ്താൽ മതി ക്രിസ്പി ആയിട്ട് നിൽക്കാനായിട്ട്. അപ്പോൾ അതിലൊന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് അങ്ങനെ എടുക്കാം. മുട്ട യൂസ് ചെയ്താൽ ഇത്രയും ക്രിസ്പി ആയിട്ട് വരില്ല കേട്ടോ. കോൺഫ്ലവർ തന്നെ യൂസ് ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയ കട്ട്ലേറ്റ് അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും കാണാൻ നല്ല ലുക്കായിരിക്കും. പുറമേയൊക്കെ തൊടുമ്പോഴൊക്കെ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടാറില്ലേ, ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ. പുറത്തൊക്കെ പോയാൽ കഴിക്കുന്ന കട്ട്ലേറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ടേസ്റ്റ് തോന്നാറില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അത് തന്നെയാണ് ടേസ്റ്റ്. പുറത്തൊക്കെ പോയിട്ട് ഞാനിപ്പോൾ ഒരു കട്ട്ലേറ്റ് വാങ്ങി കഴിച്ചാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാറില്ല കേട്ടോ, സത്യം പറയാലോ. രണ്ടാമത്തെ കുറേ മസാല ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് മൊത്തത്തിൽ കട്ട്ലേറ്റിനെ അലങ്കോലാക്കി വെച്ചിട്ടാണ് എനിക്കിതുവരെ കിട്ടിയിട്ടുള്ളത്. നല്ല രീതിയിൽ ഒരു കട്ട്ലേറ്റ് പോലും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് രണ്ടാമത്തെ കോട്ട ഞാൻ ഒന്നുകൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടണമല്ലോ. അപ്പോൾ കുറച്ചുകൂടി കോൺഫ്ലവർ ബാക്കി വന്നപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. നിങ്ങൾക്കൊക്കെ കട്ട്ലേറ്റ് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. കട്ട്ലേറ്റ് ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിൽ എണ്ണ ഒഴിക്കുക. തിളച്ച് വരുമ്പോൾ നമ്മുടെ ഐറ്റംസ് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. 1 2 3 4 ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല ഹൈ ആയാൽ റെഡിയാവില്ല എന്നല്ല, പെട്ടെന്ന് ബേണായി പോകും. അതുകൊണ്ട് ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പെട്ടെന്ന് ചെയ്തെടുത്താൽ മതി. ഇതിൽ വേകാനായിട്ട് ഇപ്പോൾ ഒന്നുമില്ലല്ലോ. ഈ റൊട്ടിപ്പൊടിയും കോൺഫ്ലവറിൻ്റെ മിക്സ് മുകളിലത്തെ കോട്ടിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തന്നെ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഒരു റെസിപ്പി നിങ്ങൾ മുമ്പേ കണ്ടിട്ടുണ്ടോ? അതായത് ഉള്ളി വഴറ്റാതെ കട്ട്ലേറ്റ് ഉണ്ടാക്കാന്ന് ആർക്കും അത്ര ഐഡിയ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയും കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് നമുക്ക് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട അറിയില്ല, അതേ ടേസ്റ്റിൽ തന്നെ സാധനം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ, ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തില്ല, ബോയിൽ ചെയ്ത് ചിക്കൻ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റായിട്ട് തന്നെ സാധനം കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് വരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കട്ട്ലേറ്റ് ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.